ഈശോയെ കരുണ കാണിക്കണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകം കൃപയുടെ മേലങ്കി ധരിച്ചുകൊണ്ട് തമ്പുരാനെ സ്വന്തമാക്കുവാനുള്ള, ദൈവത്തെ സ്വന്തമാക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അയോഗ്യരും പാപികളുമായിരിക്കും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. തിരുവിലാവിൽ നിന്നൊഴുകിയിറങ്ങിയ പരിശുദ്ധമായ ചോരയാൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി ശുദ്ധരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. കുരിശുമരണത്തോളം അവിടുന്ന് നമ്മെ സ്നേഹിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രഖ്യാപിക്കുക, പരിശുദ്ധ അമ്മയോട് പറയുക, ഇതാ നിന്റെ മകൻ. ഈശോയെ, യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയോട് ഈശോ പറഞ്ഞത്, കർത്താവിന്റെ ബലിപീഠത്തിനരികിൽ നിൽക്കുന്ന ഓരോ മകനെയും മകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകള്. ഇനി മുതൽ ഇവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ. കർത്താവിന് സഹനത്തിന്റെ അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവപ്രമാണത്തെയും കൽപ്പനകളെയും അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ബലിയായി തീരുവാൻ, കർത്താവിന്റെ വചനത്തിൽ ജീവിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഇവർക്ക് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പുത്രനായ യേശു അമ്മയോട് പറയുകയാണ്. യോഹന്നാനോട് പറഞ്ഞു, ഇനി മുതൽ ഇതാണ് നിന്റെ അമ്മ. അമ്മയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചാൽ പുത്രനായ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. മരണം വരെയും ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രഖ്യാപിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയത് കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകമാണ്. ഈശോയെ, പരിശുദ്ധമായ രക്തത്താൽ കഴുകി അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവസാന്നിധ്യത്തിന്റെ ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുക. കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് അവകാശം നൽകിയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും ഈശോയെ കരുണ കാണിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ അനുഭവിക്കുവാനുള്ള വലിയ കൃപ, പരിശുദ്ധ കുർബാന അനുഭവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ടും കാരുണ്യത്തിനായിട്ടും നമുക്ക് നിമിഷങ്ങളിൽ പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കരമുയർത്തി കാൽവരി മലയുടെ നെറുകയിൽ ബലിയായി തീർന്നവനെ പാപപരിഹാര ബലി അർപ്പിച്ച കർത്താവിന്റെ സ്നേഹത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ
സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ശക്തിയോടെ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ കരമുയർത്തി പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയുമേ കരുണയായിരിക്കണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയുമേ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയുമേ കരുണയായിരിക്കണമേ. ഈശോയെ നന്ദി. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. അപൂർണതയെ പൂർണ്ണതയാക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള എല്ലാ അപൂർണതകളെയും പൂർണ്ണതയാക്കി മാറ്റുവാൻ ദൈവപുത്രൻ പൂർണ്ണനായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അവയവങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അവയവത്തിന് അപൂർണതയുണ്ടെങ്കിൽ ശക്തനായ ദൈവം, പൂർണ്ണത തരുന്ന ദൈവം ആ അപൂർണതയെ പൂർണ്ണതയാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ ശരീരങ്ങളിൽ അവയവങ്ങളിൽ അപൂർണതയുണ്ടെങ്കിൽ കർത്താവിന്റെ മഹത്വം അപൂർണതയിൽ വെളിപ്പെടട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പൂർണ്ണതയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കാരുണ്യം, മരിച്ചവരെ ഉയർപ്പിച്ച തമ്പുരാന്റെ സ്നേഹം, ആ വലിയ കാരുണ്യം വെളിപ്പെടുകയാണ്. കർത്താവിന്റെ ശക്തി നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടുകയാണ്. ഭയഭക്തിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തീഷ്ണതയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുക. കർത്താവിന്റെ വചനമനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, എന്തെങ്കിലുമൊക്കെ ബലഹീനതകളുണ്ടെങ്കിൽ ആ ബലഹീനതകളൊക്കെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഒത്തിരി ബലഹീനതയുള്ളവരായിരുന്നു ഈശോയുടെ ശിഷ്യന്മാര്. ബലഹീനമായിരുന്ന സ്ഥലങ്ങളിൽ നിന്നാണ്, ബലഹീന അവസ്ഥയിൽ നിന്നാണ് തമ്പുരാൻ ഈശോ വിളിക്കുന്നത്. മത്തായിനെയും മാർക്കോസിനെയും ലൂക്കായെയും യോഹന്നാനെയൊക്കെ ഈശോ വിളിച്ചത് അവരായിരുന്ന അവസ്ഥയിൽ നിന്നാണ്. തമ്പുരാനെ കണ്ടെത്തിയപ്പോൾ, ദൈവവചനം തിരിച്ചറിഞ്ഞപ്പോൾ അവർ വചനമനുസരിച്ച് ജീവിക്കാൻ ആരംഭിച്ചു. അപൂർണരായ മനുഷ്യര് ദൈവവചനത്താൽ പൂർണ്ണത പ്രാപിച്ചു. അവരിൽ നിന്ന് ദൈവവചനം പൂർണ്ണതയിൽ ഒഴുകിയിറങ്ങിയപ്പോൾ അനേകം മക്കളുടെ ശരീരങ്ങളിൽ അത് പൂർണ്ണതയായിട്ട് വെളിപ്പെടുകയും ചെയ്തേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഒത്തിരി ബലഹീനതയുള്ളവരാ ഞാനും നിങ്ങളൊക്കെ. ഒത്തിരി തഴക്കദോഷങ്ങളുള്ളവരാ. ഈശോയെ, നിന്റെ രാജ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബലഹീനതകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ജഡത്തിന്റെ എല്ലാ പ്രേരണകളെയും കർത്താവെ ഏറ്റെടുക്കണമേ. ഞാനും നിങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ബലഹീനത നമ്മളെ കീഴ്പ്പെടുത്തരുത്. തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പം ആ ബലഹീനതയെ ഈശോ ഏറ്റെടുക്കുകയും, കർത്താവേ, പാപികളും അയോഗ്യരുമായി ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ പോലും യോഗ്യരല്ല. പക്ഷേ അവിടുത്തെ അനന്തമായ കാരുണ്യം എത്ര വലുതാ. അയോഗ്യതയൊന്നും പരിഗണിക്കാതെ യോഗ്യത തരുവാനായിട്ട് അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നയിച്ച് കർത്താവിന്റെ ആലയത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയും, ഈശോയെ, മുഴുവൻ ബലഹീനതകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ, പരിശുദ്ധരാക്കണമേ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ശരീരത്തിന്റെ എല്ലാ പ്രവണതകളെയും ഈശോയെ ഏറ്റെടുക്കണമേ. ജഡത്തിന്റെ എല്ലാ ആസക്തികളെയും യേശുവെ ഏറ്റെടുക്കണമേ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ ശരീരത്തെ. ഈശോ ഇടപെടണമേ. ശരീരത്തിന്റെ എല്ലാ ബലഹീനതയുടെ മേലും അവിടുന്ന് ഇടപെടണമേ. ആ ബലഹീനതകളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് കർത്താവിന്റെ വചനം അതിന്റെ പൂർണ്ണതയിൽ അനുസരിച്ച്, ദൈവപ്രമാണങ്ങളെ അതിന്റെ പൂർണ്ണതയിലനുസരിച്ച് വ്യാപരിക്കുമ്പോൾ, അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിന്റെ ജീവിതമായി തീരുകയാണ്. 10 പ്രമാണങ്ങളെയും
അതേപടി അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കൂടെ വരികയാണ്. ഈശോയെ, ബലഹീനനായ മനുഷ്യനെ അവിടുത്തെ ബലഹീനതകളിൽ നിന്നവരെ മോചിപ്പിച്ച് അവിടുത്തെ ബലം കൊണ്ട് നിറയ്ക്കുന്ന സ്നേഹത്തിന്റെ മണിക്കൂറുകൾ സിഹിയോൻ ഊട്ടുശാലയിൽ വെളിപ്പെട്ടത്. ബലഹീനതകളെ മുഴുവൻ അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തിയ ആ സ്നേഹത്തിന്റെ മണിക്കൂറുകൾ കർത്താവെ, പുതിയ പെന്തക്കോസ്ത് അനുഭവം നൽകിക്കൊണ്ട്, പുത്തൻ അഭിഷേകം നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി പെന്തക്കോസ്ത്, പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം വ്യക്തിപരമായിട്ട് ലഭിക്കപ്പെടുവാൻ കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ ഭാഷയിൽ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക. യോഹന്നാൻ കേട്ട ആ വലിയ സ്വരം, ജനക്കൂട്ടത്തിന്റെ ഇതുപോലുള്ള വലിയ ആരവത്തോടുകൂടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. ബലഹീനതകളെ, അപൂർണതകളെ എല്ലാം ഏറ്റെടുക്കുന്ന തമ്പുരാൻ, ഹൃദയത്തിന്റെ ബലഹീനതകളെ ഏറ്റെടുക്കുന്ന തമ്പുരാൻ, ശരീരത്തിന്റെ ബലഹീനതകളെ ഏറ്റെടുക്കുന്ന തമ്പുരാൻ, മനസ്സിന്റെ ബലഹീനതകളെ ഏറ്റെടുക്കുന്ന യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. അപ്പത്തിന്റെ രൂപത്തില് സ്വയം ശൂന്യനായ ദൈവം താൻ അർപ്പിച്ച പരിശുദ്ധമായ ബലി അനുസ്മരിച്ചപ്പോൾ, അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് അത് ചെയ്തപ്പോൾ, സിഹിയോൻ ഊട്ടുശാലയിൽ അവർ സന്നദ്ധരായപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർ സമ്മേളിച്ചിരുന്ന മാളികമുറിയിലേക്ക് കൊടുങ്കാറ്റിന്റെ വേഗതയോടെ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നു എങ്കിൽ അതേ വേഗതയോടെ അതിശക്തമായ അഭിഷേകം കർത്താവിന്റെ ആലയത്തിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പസ്തോലന്മാരോട് ചേർന്ന്, സഭാപിതാക്കന്മാരോട് ചേർന്ന്, മാർപ്പാപ്പായോട് ചേർന്ന്, എല്ലാ കർദിനാൾമാരോടും എല്ലാ വൈദികരോടും ആഗോള സഭയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെന്ന് വിളിക്കാമോ? അൾത്താരയിലൂടെ പെയ്തിറങ്ങുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ. ചേർന്ന് അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കുക. ആത്മാവെ വ്യാപരിക്കണമേ. പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ആത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. അപൂർണതയെ പൂർണ്ണതയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാരൂപിയെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ അവയവങ്ങളെയും പൂർണ്ണതയിലേക്ക് അവിടുന്ന് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ മക്കളും പ്രാർത്ഥിക്കുക. എന്റെ ശരീരത്തിന് മേൽ വ്യാപരിക്കുന്ന സകല പാപബന്ധനങ്ങളും ആത്മാവിന്റെ ശക്തിയാൽ എന്റെ ശരീരത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. എന്റെ ബലഹീനതകളെ ഏറ്റെടുക്കുന്ന തമ്പുരാന്റെ കാരുണ്യം എന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് വീണ്ടും പാടി പ്രാർത്ഥിക്കാം. പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ, പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ, അസ്ഥികൾ ഇരുകിര ശബ്ദത്തോടെ സൈന്യമായി നിരന്നതുപോലെ, അസ്ഥികൾ കിരുകിര ശബ്ദത്തോടെ സൈന്യമായി നിരന്നതുപോലെ, വീശണമേ വീണ്ടും, വീശണമേ വീണ്ടും,
വീശണമേ വീണ്ടും അഭിഷേകം പകരുന്ന കാറ്റേ, ഊഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, ഊഹായ പാവന കാറ്റേ. അഭിഷേകത്തോടെ ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ആത്മാവെ വ്യാപരിക്കണമേ എല്ലാ മക്കളുടെ മേലും, ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. മാമോദീസായിലൂടെ ലഭിച്ച ദൈവത്തിന്റെ ചൈതന്യം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വചനമായിട്ട് ആത്മാവ് വെളിപ്പെടട്ടെ. വചനം അനുസരിച്ച് ജീവിക്കുവാൻ ശക്തിയും കരുത്തും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുക. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക, വചനമായിട്ട് ജീവിക്കുവാൻ, വചനമായി തീരുവാൻ, തിരുവചനമായിട്ട് തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കാമോ? ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കാമോ? പിതാവായ ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കാമോ? പുത്രനായ യേശുവിന്റെ ആത്മാവിനെ വിളിക്കാമോ? രക്ഷാകര പദ്ധതി വിഭാവനം ചെയ്ത പരിശുദ്ധാത്മാവിനെ വിളിക്കാമോ? ആദിമ സഭയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ വിളിക്കാമോ? ആഗോള സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിളിക്കാമോ? ഒന്ന് ചേർന്ന് പാടി വീണ്ടും പ്രാർത്ഥിക്കാം. ആദിമസഭയിലെ സ്ലീഹന്മാരിൽ അഭിഷേകം പകർന്ന കാറ്റേ, ആദിമസഭയിലെ സ്ലീഹന്മാരിൽ അഭിഷേകം പകർന്ന കാറ്റേ, വീണ്ടും സഭയിൽ പുത്തനുണർവായി അഭിഷേകം പകർന്നിടുവാനാ, വീണ്ടും സഭയിൽ പുത്തനുണർവായി അഭിഷേകം പകർന്നിടുവാനായി വീശണമേ വീണ്ടും, കരമുയർത്തി വീശണമേ വീണ്ടും, വീശണമേ വീണ്ടും, കരങ്ങൾ വീശിക്കൊണ്ട് അഭിഷേകം പകരുന്ന കാറ്റേ, ഊഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, ഊഹായ പാവന കാറ്റേ. ചാരം മൂടിയ കടലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, ചാരം മൂടിയ കടലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. ൂഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, 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 ൂഹായ പാവന കാറ്റേ. നമുക്ക് ഒരിക്കൽ കൂടി കരമൊന്ന് കൊപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്കൊരു നിമിഷം നിൽക്കാൻ ദൈവസന്നിധിയിൽ ഈശ്വരന്റെ രക്തം ആഗ്രഹിക്കുക. എല്ലാ ബലഹീനതകളെയും തുടച്ചു മാറ്റുന്ന യേശുവിന്റെ രക്തം, പരിശുദ്ധ ബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ദൈവിക രക്തം, പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവിക ജീവൻ ഓരോ മക്കളുടെ ശരീരത്തിലും ദൈവവചനം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കരം കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. അന്ധനായ ഒറ്റക്കണ്ണനായ പടയാളിയുടെ കണ്ണിലേക്ക് കർത്താവിന്റെ രക്തം ഒഴുകിയിറങ്ങിയപ്പോൾ, അവൻ കുന്തം കൊണ്ട് കർത്താവിന്റെ തിരുഹൃദയം കുത്തി മുറിച്ചപ്പോൾ അവിടുന്ന് രക്തവും ജലവും ഒഴുകിയിറങ്ങി. ആ രക്തത്താലും ജലത്താലും കർത്താവ് അവനെ പൂർണ്ണനാക്കുകയാണ്. അവന്റെ ഒരു കണ്ണിന്റെ കാഴ്ച കർത്താവ് കൊടുക്കുകയാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കുക. വിശ്വാസത്തിന് കുറവുണ്ടായിരുന്ന സദാധിപന്റെ വിശ്വാസം പൂർണ്ണത പ്രാപിക്കുക. പ്രിയ ദൈവജനമേ, ഓരോ ശുശ്രൂഷയിലും ഈ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണം. നമുക്കതിനു വേണ്ടി ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുന്ന് അർപ്പിച്ച ബലിയുടെ ശക്തിയ ഓരോ മക്കളുടെ ജീവിതങ്ങളിലും വെളിപ്പെടുന്നത്
ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ കഴിവല്ല, കർത്താവിന്റെ കാരുണ്യമാണ് ഓരോ വ്യക്തിയുടെ ശരീരങ്ങളിലും വെളിപ്പെടുന്നത്. ആ വ്യക്തിയോട് ദൈവം കരുണ കാണിക്കുക. ശുശ്രൂഷ ചെയ്യുന്ന മകനോട് മകളോട് കർത്താവ് കരുണ കാണിക്കുക. ഈ സമൂഹത്തോട് ദൈവം കരുണ കാണിക്കുക. മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കളോട് ദൈവം കരുണ കാണിക്കുമ്പോൾ അപ്പുറത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നേ. മക്കൾ പ്രാർത്ഥിച്ചേ, ഈശോയെ, അതേ രക്തം തന്നെ അന്ധനായ ഒറ്റക്കണ്ണനായ പടയാളിക്ക് സൗഖ്യം കൊടുത്ത അതേ രക്തം അപൂർണതയെ പൂർണ്ണതയാക്കി മാറ്റുന്ന ദൈവകാരുണ്യത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദാരിദ്ര്യത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ രക്തം ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആത്മീയ ജീവിതത്തിന് കോട്ടം വരുത്തുന്ന എല്ലാ പ്രവൃത്തികളെയും മാറ്റിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണത തരുന്ന, ആത്മീയ ജീവിതത്തിന് പൂർണ്ണത തരുന്ന ദൈവിക രക്തം. മക്കളെ ചിന്തിച്ച്, ഞാനൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ എന്ന് തെറ്റായിട്ട് ധരിക്കുമ്പോൾ നാം മരണം വരെ പ്രാർത്ഥിക്കേണ്ട വ്യക്തികളാണ്. ഞാനും നിങ്ങളൊക്കെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വ്യക്തികളാണ്. മരണം വരെ അനുദപിച്ച് പ്രാർത്ഥിക്കേണ്ട വ്യക്തികളാണ്. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. പത്രോസിനെ പോലെ കോഴി കൂവുമ്പോഴൊക്കെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളോർത്ത് കണ്ണുനീര് വാർത്ത് പ്രാർത്ഥിച്ച വ്യക്തി. ആ വ്യക്തിക്കാണ് സ്വർഗത്തിന്റെ താക്കോല് കർത്താവ് വെച്ചു കൊടുക്കുന്നത്. ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നുള്ള, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്നുള്ള കർത്താവ് അധികാരം കർത്താവ് കൊടുത്തത് ഈ അനുദപിക്കുന്ന ഈ മനുഷ്യനാണ്. ബലഹീനനായ മനുഷ്യനാണ് കർത്താവ് കൃപ കൊടുത്തത്. ഈശോയെ, പത്രോസിനെ ശക്തിപ്പെടുത്തിയതുപോലെ, പത്രോസ് അനുദപിച്ചതുപോലെ അനുദപിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാം അറിയാമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്ത സൗള്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ എളിമയോടെ അത് സ്വീകരിച്ചപ്പോൾ പൗലോസ്ലിഹായായിട്ട് രൂപാന്തരപ്പെടുകയാണ്, വിശുദ്ധനായിട്ട് മാറുകയാണ്. ദൈവശക്തി വെളിപ്പെടുമ്പോൾ നാം പാപിയാണെന്ന് തിരിച്ചറിവുണ്ടാവുകയും, ഈശോയെ, നിന്റെ വചനം വെളിപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ പാപത്തിന്റെ വഴിയിലൂടെ വ്യാപരിക്കുന്നത്. തമ്പുരാനെ, നിന്റെ വചനം ഞങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവവചനം ഞങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വചനമനുസരിച്ച് ജീവിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തതുപോലെ, പ്രവാചകന്മാരെ നയിച്ചതുപോലെ തമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നയിക്കുന്നുണ്ടേ എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായും അവിടുത്തെ കാരുണ്യം നമ്മുടെ കൂടെയുണ്ടേ എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുക. ഈശോയെ, ആ വലിയ കാരുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. സഭയോട് ചേർന്ന്, യേശുക്രിസ്തുവിനോട് ചേർന്ന്, യേശുക്രിസ്തുവിൽ തന്നെ ശുശ്രൂഷ ചെയ്യുവാനുള്ള, സഭയില് യേശുവില് ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണ്ടേ. വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി, ദൈവസ്നേഹത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ദൈവിക സ്നേഹം നമ്മളിലുണ്ടോ എന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. കർത്താവിന്റെ സ്നേഹം അതാ. സ്നേഹിതന് വേണ്ടി, നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ നിനക്ക് തയ്യാറാണോ? അതോ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് നിനക്ക് ശത്രുതയാണോ? നിന്റെ കൂട്ടായ്മയിലുള്ള വ്യക്തികളോട് നിനക്ക് ശത്രുതയും അസൂയയും ഒക്കെ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവരാജ്യം അവിടെ പടുത്തുയർത്തപ്പെടുന്നില്ല. കണ്ണുകളടച്ച് മക്കൾ പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്കുള്ള മക്കള് കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുക. അവിടെ അസൂയയോ, കലഹോ, അവിടെ വേർതിരിവോ, ഭിന്നതയോ, വിഭാഗ്യചിന്തയോ, വിദ്വേഷമോ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവരാജ്യം അവിടെ പടുത്തുയർത്തപ്പെടുന്നില്ല. ആ വ്യക്തി ശുശ്രൂഷ ചെയ്യുന്നില്ല, ദൈവത്തെ ശുശ്രൂഷിക്കുന്നില്ല. ആ വ്യക്തി ദൈവത്തെ വേദനിപ്പിക്കുക. മക്കൾ പ്രാർത്ഥിച്ചേ, യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷ, ദൈവവചനമനുസരിച്ച് ദൈവം സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള അഭിഷേകമാണ്, കൃപയാണ് തമ്പുരാൻ കാൽവരിയിൽ മലയുടെ നെറുകയിൽ നിന്ന് നമുക്ക് നേടിത്തന്നത്. ആ വലിയ സ്നേഹമാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്നത്. അവൻ ശരീരം നമുക്ക് നൽകുകയാണ്, അവന്റെ ജീവൻ നമുക്ക് നൽകുകയാണ്. ആ ജീവനും ശരീരവും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ
തയ്യാറാകുന്നുണ്ടോ? നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി, നിന്റെ ശരീരവും ആത്മാവും ജീവനുമൊക്കെ അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണോ? അതോ നിന്റെ ഹൃദയത്തിൽ ശത്രുതയും വിദ്വേഷവും അസൂയയും വഞ്ചനയും ഒക്കെ നിറഞ്ഞതാണോ നിന്റെ ഹൃദയം? ഈശോ ചോദിക്കുക നമ്മളോട് ഓരോരുത്തരോടും. പ്രാർത്ഥിച്ചേ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച്. നമ്മുടെ ശുശ്രൂഷകരാ പ്രാർത്ഥിക്കുന്നവരെങ്ങനെ പ്രാർത്ഥിക്കുന്നവരാ? വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ടാണോ നാം പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തില്, ജീവിതത്തിൽ വലിയേറെ അഭിവൃദ്ധി, അനുഗ്രഹം കർത്താവ് വെളിപ്പെടുത്തും. അല്ലെങ്കിൽ അധപ്പതനുണ്ടാകും, തകർച്ചയുണ്ടാകും, ആത്മീയ ദാരിദ്ര്യം ഉണ്ടാകും, അവിശ്വസ്തതയുണ്ടാകും കുടുംബത്തില്. മക്കള് പ്രാർത്ഥിച്ച്, കർത്താവിനോട് പ്രാർത്ഥിച്ച്, ഈശോയെ ഞാൻ വിശ്വസ്തനാണോ? നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? ഈ ആലയത്തിൽ കടന്നു വന്ന് ഈ ശുശ്രൂഷയോട് ചേർന്ന് വന്നപ്പോൾ ഒത്തിരിയേറെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. കഴിവല്ലത് നമ്മോട് ദൈവം കരുണ കാണിച്ചതാ. ആ കാരുണ്യത്തെ പ്രഘോഷിക്കുവാൻ, ആ സത്യദൈവത്തെ പ്രഘോഷിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ പ്രഘോഷിക്കുവാനുള്ള കൃപ, അഭിഷേകം, ശക്തി, ധൈര്യം നമുക്കുണ്ടോ? അതോ നമ്മൾ വീണുപോകാറുണ്ടോ? തമ്പുരാനോട് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമുക്ക് സ്വതന്ത്രമായിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥിച്ചേ, ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിച്ചേ, ഇഷ്ടമുള്ളതുപോലെ ഈശോയെന്ന് വിളിക്കണേ വിളിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാം, കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്ന രീതിയിൽ നിങ്ങളുടെ അധരങ്ങളിലൂടെ ആത്മാവിന്റെ പ്രേരണ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അധരങ്ങൾ കർത്താവിന് മഹത്വപ്പെടട്ടെ. ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള പോലെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കരുണ കാണിക്കണമേ. സത്യദൈവത്തെ, സത്യാത്മാവിനെ തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ പൂർണ്ണതയിലൂടെ സത്യത്തെ സ്വീകരിക്കുവാനുള്ള, ആ പൂർണ്ണത സ്വീകരിക്കുവാനുള്ള ശക്തിയും കരുത്തും ബലവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഓരോ മകനും മകളും തമ്പുരാന്റെ മുമ്പിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുക. ഈശോയെ കരുണ കാണിക്കണമേ. വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള നിലനിൽപ്പിന്റെ വരം, സഭയോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ അഭിഷേകം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ അഭിഷേകം, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ അഭിഷേകം, പരിശുദ്ധമായ കൂദാശകളോട് ചേർന്ന് സ്വീകരിക്കുവാനുള്ള വലിയ അഭിഷേകം, യോഗ്യതയോടെ പരിശുദ്ധമായ കൂദാശകള് സ്വീകരിക്കുവാനുള്ള വലിയ കൃപ ഈശോയെ ഈ നിമിഷങ്ങളിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ കൃപയാണ് അവിടുത്തെ ചങ്കിൽ നിന്ന് ഒഴുകിയിറങ്ങിയത്. ആ സ്നേഹമാണ് അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയത്. ആ ശരീരവും രക്തവും ആത്മാവും ജീവനുമാണ് സഹീയ നോട്ടുശാലയില് അപ്പമെടുത്ത് വീഞ്ഞെടുത്ത് അവിടുന്ന് ആശീർവദിച്ച് മുറിച്ച് പാനപാത്രമെടുത്ത് ഉയർത്തി ആശീർവദിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവാൻ. പ്രിയ ദൈവജനമേ, യേശുക്രിസ്തുവിന്റെ ഓർമ്മ ആചരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിലും അപ്പത്തിലും വീഞ്ഞിലും ദൈവത്തിന്റെ മഹത്വം കടന്നു വരുമ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ദൈവമഹത്വം ശരീരങ്ങളിലോ ദൈവവചനം വെളിപ്പെടുകയോ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? നമുക്ക് പാടി പ്രാർത്ഥിക്കാൻ. കരമൊന്ന് കൊപ്പി പിടിച്ച് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കാൽവരി മലയുടെ നെറുകയില് പരിശുദ്ധമായ ബലിയോട് നാം ചേർന്ന് നിൽക്കുകയാ. സഹീയോൻ ഒട്ടുശാലയിൽ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന ഈശോ മരിച്ചുയർത്തതിനു ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുന്നത് കണ്ടതിനു ശേഷം ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹീയോൻ ഒട്ടുശാലയിൽ കർത്താവിന്റെ പരിശുദ്ധമായ ബലി അനുസ്മരിക്കുവാൻ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വ്യാപരിക്കപ്പെട്ടത്. ആ പരിശുദ്ധാത്മാവരിലേക്ക് വന്ന് ആലയം മുഴുവൻ നിറഞ്ഞപ്പോൾ ദൈവമഹത്വം, പരിശുദ്ധ കുർബാനയുടെ ശക്തി, അവരുടെ ശരീരത്തിൽ ദൈവിക ശക്തി, ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി, പരിശുദ്ധ ബലിയുടെ ശക്തി അവരുടെ ശരീരങ്ങളിൽ വെളിപ്പെട്ടത്. നമുക്ക് നിമിഷങ്ങളിൽ നമ്മുടെ ശരീരങ്ങളിൽ ദൈവിക ശക്തി വെളിപ്പെടുത്തേ. എല്ലാ പാപവും, പാപബന്ധനങ്ങള്, പാപത്തിന്റെ എല്ലാ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി വിശുദ്ധമായ ശരീരമാക്കി നമ്മുടെ ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗം വിട്ട് അപ്പത്തിലൂടെ ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ നമുക്ക് അനുസ്മരിച്ചുകൊണ്ട്, ആ വലിയ കർത്താവിന്റെ ബലിയെ അനുസ്മരിച്ചുകൊണ്ട്, ആ സ്നേഹത്തെ അനുസ്മരിച്ചുകൊണ്ട്, ആ ദൈവിക സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ശുശ്രൂഷയെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശത്രുക്കളെ നിരുപാധികം അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള
കാരുണ്യവാനായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിന്റെ പരിശുദ്ധമായ രക്തത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എന്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എന്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് തിരുവചനത്തിന്റെ ശക്തി കേട്ട് വചനശക്തി നമ്മൾ വെളിപ്പെടുവാൻ വേണ്ടി, വചനം കേട്ട് ആ ശക്തി നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടുവാൻ വേണ്ടി പരിപൂർണമായി നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി ഓരോ മക്കളുടെ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യം ഓരോ മക്കളുടെ മേലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ? തിരുവചനത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഒന്നുകൂടെ വിളിക്കാമോ? യേശുവേ നന്ദി. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമ്മോട് അനുദിനം കരുണ കാണിച്ചുകൊണ്ടിരിക്കുക. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ഭാവത്തിൽ, വ്യത്യസ്തമായ രീതിയിൽ കർത്താവിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഓരോ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ്. ദൈവമഹത്വത്തിനായിട്ടാണ് ശുശ്രൂഷകൾ നടക്കപ്പെടുന്നത്. ദൈവം മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഓരോ വ്യക്തിയുടെ ജീവിതങ്ങളിലും രൂപാന്തരീകരണം സംഭവിച്ച് ദൈവത്തിന്റെ മഹത്വം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശുശ്രൂഷകൾ നടത്തുന്നത്. മാറ്റം സംഭവിക്കണം. ഒരു തലം വരെ എത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ അതിൽ അഹങ്കരിക്കുക. 4 പേര് നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളെന്ത് വിചാരിക്കുന്നത്? ഞാനൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ആത്മീയ തലത്തിൽ നാം അഹങ്കരിക്കുക. നമുക്കൊന്നും തന്നെ ഇല്ല. ദൈവം കരുണ കാണി. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ദൈവം ആ വ്യക്തിയോട് കരുണ കാണിക്കുക. പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് കരുണ കാണിക്കുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല മറ്റേ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു മനോഭാവം ശുശ്രൂഷ മേഖലയിലായിരിക്കും നമ്മളിൽ ഓരോരുത്തരും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വം അതിന്റെ പൂർണ്ണതയിൽ അവിടെ വെളിപ്പെടത്തില്ല. അവിടെ അധപ്പതനുണ്ടാവും. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വലിയ തകർച്ചയും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വ്യക്തിക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാവുകയും. എങ്ങനെയാ സംഭവിക്കണ്ടേ? ഒരു മാനസാന്തരം സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തില് വലിയ സന്തോഷം ഉണ്ടാവുകയാണ്. കർത്താവ് പറയുന്നുണ്ട്,
നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. അല്ലാതെ അവിടെ നടന്ന അത്ഭുതത്തെ ഓർത്തല്ല സന്തോഷിക്കണ്ടേ. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവാൻ ഈശോ പറയുകയും, അവിടെ കരുണ കാണിച്ചപ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തിയിൽ ആത്മാവ് കടന്നു എന്ന് അവിടെ വലിയ മാനസാന്തരം ഉണ്ടായെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുക. മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുമ്പോൾ ആ വ്യക്തിയെയും ഈ പ്രാർത്ഥിച്ച വ്യക്തിയെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണം. ഞാനൊരു പ്രാർത്ഥനക്കാരിയാണെന്നുള്ള ആ ഒരു അഹങ്കാരം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ അഹങ്കരിക്കുന്ന വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നിരിക്കും. ദൈവത്തിൽ നിന്ന് ആ വ്യക്തി അഹങ്കാരം എന്ന ആ അരൂപിയുടെ പ്രവർത്തനത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അനുഗ്രഹം കിട്ടുന്നില്ല, മറ്റേ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം ജീവൻ. രണ്ട് വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഗുണം അതാ. മധ്യസ്ഥം വഹിച്ച് ഒരു പറ്റം സമൂഹം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയെല്ലാം മാനസാന്തരം സംഭവിക്കുന്നുണ്ടോ ആ കൃപയെല്ലാം ഇവർക്ക് കിട്ടുക, അഭിഷേകം എല്ലാം ഇവർക്ക് കിട്ടുക. കൊന്നുനാന സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ അവിടെ 5 ദിവസം നടക്കുന്ന ധ്യാനത്തിൽ ഇവിടെ ഇരുന്ന് കുറെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെട്ട് അവിടെ വലിയ മാനസാന്തരവും സൗഖ്യവും സംഭവിച്ച് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമ്പോൾ ഇവരുടെ പേരുകളും സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ്. അവിടെ കിട്ടുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ഈ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെല്ലാം ശുശ്രൂഷകൾ നടക്കുന്നുണ്ടോ ഞങ്ങൾ ഇവരോട് പറയും, മധ്യസ്ഥ പ്രാർത്ഥനക്കാരോട് പറയും, പറഞ്ഞില്ലെങ്കിലും ഇവരറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവരാ. കാരണം ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടക്കുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, അപ്പോൾ ഇവർ ഉത്തരവാദിത്വമുള്ളവരാ. പറയേണ്ട കാര്യമൊന്നുമില്ല. അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ, എല്ലാ മക്കളും അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ. അവിടെ എന്തെല്ലാം മാനസാന്തരത്തിന്റെ അവസ്ഥകൾ ഉണ്ടായോ അതിന്റെ എല്ലാ അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും ലഭിച്ചിരിക്കുമെന്നുള്ള ഉറപ്പാ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതലുള്ള തിരുവചനം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈശോ ചോദിക്കുക. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. എങ്കിലും അവൻ പോയില്ല. അവൻ 2ാമത്തെ മകന്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവൻ പറഞ്ഞു, 2ാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കുന്നവരും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം അനുതപിച്ചില്ല. പ്രിയപ്പെട്ട 2 മക്കളോട് അപ്പൻ ചെന്ന് പറഞ്ഞപ്പോൾ ഒരുവൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയില്ല. മറ്റവനോട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞു എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞിട്ട് അപ്പനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് അനുതപിച്ച് അവൻ കടന്നു ചെന്നപ്പോൾ ആ വ്യക്തിക്കാണ് ദൈവരാജ്യത്തിന് അവകാശമെന്ന് തമ്പുരാൻ നമുക്ക് മുന്നറിയിപ്പ് തരിക. ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് വളരെ അനുസരണയോടെ നിന്നു, പക്ഷെ ചെയ്യുന്നില്ല. പക്ഷെ മറ്റേ വ്യക്തി എന്ത് ചെയ്തേ? ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ പാപത്തെ ഓർത്ത്, ആ ചെയ്യില്ല എന്ന് അപ്പനോട് പറഞ്ഞ ആ എതിർചിന്തയോർത്ത് അനുദപിച്ച് അവൻ മടങ്ങിച്ചെന്നു. ഇവരിൽ ആർക്കാണ് ദൈവരാജ്യം കിട്ടുക എന്ന് വ്യക്തമായിട്ട് ഈശോ ചോദിക്കുക. പ്രവൃത്തി ചെയ്യുന്നവർക്കാണ്, അനുദപിച്ച് പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് ദൈവരാജ്യത്തിന്റെ അവകാശം ദൈവം കൊടുക്കുന്നതെന്ന് ഈ ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. എങ്ങനെയാ പ്രാർത്ഥിച്ച ആ വ്യക്തി? അപ്പം പറഞ്ഞത് കേട്ടു, പക്ഷെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ അവസ്ഥയോർത്ത് അനുദപിച്ച് അവൻ ശുശ്രൂഷ ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ അവൻ വേല ചെയ്തപ്പോഴാണ് അവൻ ദൈവാനുഗ്രഹത്തിന്, അപ്പന്റെ അനുഗ്രഹത്തിന് പാത്രമായി തീർന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കാനാ ദൈവം മുന്നറിയിപ്പ് തരുന്നേ? നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ മടി അല്ലെങ്കിൽ അലസത അല്ലെങ്കിൽ ദൈവരാജ്യം ശുശ്രൂഷ ചെയ്യാനുള്ള ആ ഒരു
അവസ്ഥയിൽ നിന്ന് ആ കാര്യത്തെ ഓർത്ത് അനുദപിച്ച് കടന്നു വരുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യം കിട്ടുന്നത്. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഈശോ ഏൽപ്പിച്ചു തന്നിരിക്കുക. ദൈവരാജ്യത്തിന്റെ വളർച്ച, വിസ്തൃതി ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവമക്കളെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചത്. എന്നിട്ട് അവിടുത്തെ ആത്മാവിനെ നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. ഈ ആത്മാവാണ് നമ്മളെ നയിക്കുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വേല ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ തിരുസന്നിധിയിൽ വേല ചെയ്യേണ്ടവരാ. ഓരോ വ്യക്തികളും കർത്താവിന്റെ തിരുസന്നിധിയിൽ വേല ചെയ്യേണ്ട വ്യക്തികളാണ്. എപ്രകാരം ആയിരിക്കണമെന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. ചെയ്യാൻ മനോഭാവമുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. ചെയ്യാൻ മനോഭാവമില്ല, പക്ഷെ ആ മനോഭാവം തെറ്റാണെന്ന് ചിന്തിച്ച് ആ മനോഭാവത്തെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് ആ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് പിതാവിന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നതെന്ന് തിരുവചനം വ്യക്തമാക്കി തരുന്നു. കരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഈശോ ഒരു ഉപമ പറയും. 22 മത്തായിയുടെ സുവിശേഷം 22 അധ്യായം. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ശുശ്രൂഷ മേഖലകളിലേക്ക് നമ്മളെ ദൈവം അയക്കുകയാണ്. വിരുന്ന് ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സൗഖ്യത്തിനുള്ള സകല അനുഗ്രഹത്തിനുള്ള സകല ക്രമീകരണങ്ങളും ദൈവമായ കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുവാനായിട്ട് പറഞ്ഞയക്കുന്നത്. ഇപ്പൊ നമ്മൾ ധ്യാനം നടക്കുമ്പോൾ അവിടെ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ആർക്കൊക്കെ സൗഖ്യം കൊടുക്കണം എന്നുള്ളതെല്ലാം ക്രമപ്പെടുത്തി വെച്ചിട്ട് നമ്മോട് പറയാം, അവരോട് ഇവരോടൊക്കെ പോയി പറയുകയാണ്. ഇവിടെ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഒത്തിരിയേറെ അപമാനങ്ങളും നിന്ദനങ്ങളും ഒക്കെ കടന്നു വരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചിലർ പറയാം, എനിക്ക് വയലുണ്ട്, വയലിൽ പോയി കൃഷി ചെയ്തിട്ട് വരാനുണ്ട്, അവിടെ എനിക്ക് വരാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ വിരുന്ന്, സൗഖ്യത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ ആ വലിയ വിരുന്നിലേക്കാണ് ഞാനും നിങ്ങളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എന്തിനാ കർത്താവ് ഈ സമൂഹത്തെ ഇവിടെ ഒരുമിച്ച് കൂട്ടിരിക്കുന്നത്? എന്താ? ഞാനൊരു അമ്മച്ചിയെന്ന് രാവിലെ കണ്ടപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി ഇവിടെ കടന്നു വരുമ്പോൾ വളരെ ക്ഷീണിതയായിരുന്നു, ആരോഗ്യമൊക്കെ കുറവായിരുന്നു. ഇനി അതിന്നാലൊന്നും ഇനി ജീവിതം ഉണ്ടോന്ന് സംശയം തോന്നും നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവാരാധനയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിലുള്ള രോഗാവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കുക, ബലം കിട്ടുക, ശരീരത്തിൽ ആത്മധൈര്യം കിട്ടുക, വലിയ ഉറക്കം വരുന്നൊരവസ്ഥ, വലിയ ക്ഷീണിതയായ സഹോദരി, പ്രായമുള്ള അമ്മച്ചിയ. ഈ അമ്മച്ചിയെ കർത്താവ് ബലപ്പെടുത്തിയത് ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ വിരുന്നിലൂടെ കർത്താവ് സമൃദ്ധമായി കൊടുക്കുകയാണ്. ഈ സമൃദ്ധിയുടെ അഭിഷേകം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ സമൃദ്ധമായ ആരോഗ്യം, കർത്താവിന്റെ ശക്തി ആ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. ദീർഘായുസ് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുക. ഈ വിരുന്നിലേക്കാണ് ഞാനും നിങ്ങളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം ഒരുക്കി വെച്ചിരിക്കുക. വന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് പോയാൽ മാത്രം മതി. തമ്പുരാൻ പറയുന്നതാ, ഒരു വലിയ വിവാഹ വിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കുക. ഈ വിവാഹ വിരുന്നില് നിങ്ങൾക്ക് യാതൊരു മുടക്കവുമില്ല. ഈ വിവാഹ വിരുന്നിലേക്ക് കടന്നു വന്ന് ഈ വിരുന്നിൽ പങ്കുചേർന്ന് സംതൃപ്തിയോടെ കടന്നു പോകുവാന് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വിരുന്നിന് സദൃശ്യമാണ് ദൈവരാജ്യം. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. ഈ പറഞ്ഞു വിടുന്നവരെ അപമാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നേ?
അവിടെ വാള് കടന്നു വരികയാ. അവിടെ വലിയ അപകടങ്ങള്, ദുരിതങ്ങള്, ദുരന്തങ്ങള് വകവെക്കാതെ വരുമ്പോൾ സംഭവിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ദൈവത്തിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ആ ക്ഷണിക്കപ്പെട്ട ദൈവത്തിന്റെ വിരുന്നിലേക്ക് നാം കടന്നു വരാതെ ഇരിക്കുമ്പോൾ ആ പറഞ്ഞു വിട്ടവരെ അപമാനിക്കുകയും നിന്ദിക്കുകയും ഒക്കെ അവഹേളിക്കുകയും അവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ശിക്ഷാവിധികൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാൻ സാധ്യത ഏറെയെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി വചനം തിരിച്ചറിയുവാനുള്ള വലിയ അഭിഷേകത്തിനായിട്ട് കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ വലിയ നാശം ഉണ്ടാവുകയാണ്. നമ്മളെ ക്ഷണിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ അപമാനിക്കുമെന്ന് അവിടെ വലിയ നാശം ഉണ്ടാവുക. വീണ്ടും നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം പറഞ്ഞു വിടുന്നേ, സമയമായിട്ടില്ലെന്നേ, അല്ലെങ്കിൽ ആ ചെന്ന വ്യക്തിയെ കളിയാക്കി വിടുക. വേറെ പണിയൊന്നുമില്ല, ധ്യാനിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? അപമാനിക്ക്, നിന്ദിക്കുക, തല്ലി പുറത്തിറക്കി വിടുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ചെയ്താൽ ആ കുടുംബത്തില് വാള് കടന്നു ചെല്ലുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അഗ്നി ഇറങ്ങും, അഗ്നിശോധനയിലൂടെ ആ വ്യക്തി, ആ കുടുംബം കടന്നു പോകേണ്ടി വരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം, കർത്താവിന്റെ തിരുവചനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് കർത്താവ് പറയും, ഉമ്മകളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുക കാര്യം. വിവാഹ വിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കുക, പരിശുദ്ധ ബലിയിലേക്ക്, പരിശുദ്ധമായ വചനത്തിലേക്ക് ഞാനും നിങ്ങളും ക്ഷണിക്കപ്പെട്ടിരിക്കുക. ഈ വിരുന്നില് അത് ആസ്വദിച്ച് അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ തമ്പുരാൻ നമ്മെ ക്ഷണിക്കുക. എങ്ങനെയാ? നമ്മൾ പല സ്ഥലത്തായിരുന്നവരാ, പല തരത്തിലുള്ള വിശ്വാസത്തിലായിരുന്നവരുണ്ട് ഇതിനകത്ത്. ആ കർത്താവ് ഏക സത്യ ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക്, ആ വലിയ വിരുന്നിലേക്ക്, അവന്റെ ശരീരമാകുന്ന ആ വിരുന്നിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുക, ഇങ്ങോട്ട് വരാൻ പറയുക. അപ്പോൾ നമ്മൾ പറയാൻ സമയമില്ല, സമയമായിട്ടില്ല, ഈ മാസം ഒട്ടും പറ്റത്തില്ല, അടുത്ത മാസം നോക്കട്ടെ. എന്തിനാ വിളിക്കുന്നേ? കർത്താവിന്റെ അനുഗ്രഹം, ആ വിരുന്നിന്റെ അഭിഷേകം, ആ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുവാൻ, സ്വർഗരാജ്യത്തിന്റെ സമൃദ്ധി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകുവാൻ വേണ്ടിയ അവൻ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സ്വാദൃശ്യത്തില് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടിയ ഈ വിരുന്നിലേക്കാണ് ഞാനും നിങ്ങളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ അവഗണിക്കുമ്പോൾ, ഇതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ടവരെ നിന്ദിക്കുമ്പോൾ, അവരെ കൊന്നുകളയുമ്പോൾ അവിടെ വലിയ അഗ്നി ഉണ്ടാകും. അഗ്നിയിലൂടെ അവിടെ ശോചന ചെയ്യപ്പെടും, അവിടെ വലിയ വാള് കടന്നു ചെല്ലും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വഴിവെക്കിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. ഈ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ രാജാവ് അവിടെ കണ്ടു. ഈ വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണ്ടേ? ഈ വിരുന്നില് പങ്കുചേരുവാൻ ഉള്ള കൃപയുടെ വസ്ത്രം ധരിച്ചായിരിക്കണം ഞാനും നിങ്ങളും ഈ കർത്താവിന്റെ വിരുന്നിലേക്ക് കടന്നു വരേണ്ടത്. വിശുദ്ധിയുടെ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് വേണം, വിശ്വാസത്തിന്റെ മേലങ്കി ധരിച്ചുകൊണ്ട് വേണം ഞാനും നിങ്ങളും കർത്താവിന്റെ വിരുന്നില് പങ്കുചേരുവാനെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധിയും വിശ്വാസവുമില്ലാതെ കടന്നു വരുന്നവര് ഈ വിവാഹ വിരുന്നിന്റെ വസ്ത്രം ധരിച്ചിട്ടില്ല. എത്ര കൃത്യമായിട്ടാണ് യേശു
അവിടുന്ന് ഒരുക്കിയ, പിതാവായ ദൈവം ഒരുക്കിയ ഈ സ്വർഗീയ വിരുന്നിനെ കർത്താവ് ഉമ്മകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നേ. വിവാഹത്തിന് നമ്മളെങ്ങനെയാ? നല്ല അലക്കിയ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ വിവാഹത്തിൽ പങ്കുചേരുന്നത്. കർത്താവിന്റെ വിരുന്നില് പങ്കുചേരണമെങ്കിൽ വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഈ വിരുന്നിൽ പങ്കുചേരുവാനെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയെങ്കിലൊക്കെ വന്ന് സ്വീകരിച്ചാല് ദൈവം അല്ലെങ്കിൽ രാജാവിന്റെ ശ്രദ്ധയിൽ ഈ വ്യക്തി പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഞാനും നിങ്ങളും കർത്താവിന്റെ രാജ്യത്തില് ശുശ്രൂഷ ചെയ്യാൻ കടന്നു വരുമ്പോൾ, ദൈവരാജ്യത്തില് വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണ്ടേ? വിവാഹ വിരുന്നിന് ധരിക്കേണ്ട അതേ വസ്ത്രം, വെണ്മയുള്ള വിശുദ്ധമായ വസ്ത്രം ധരിച്ചു വേണം ഞാനും നിങ്ങളും കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ. വിശുദ്ധിയുടെ വസ്ത്രം, വിശ്വാസത്തിന്റെ വസ്ത്രം, ദൈവസ്നേഹത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം പരസ്പരം സ്നേഹിക്കാൻ. നീ ബലിപീഠത്തെ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് വിരോധമുണ്ടെന്നറിഞ്ഞാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായിട്ട് രമ്യപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കും. കാരണം എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നേ? വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ധരിക്കേണ്ട വസ്ത്രമല്ല ഈ വ്യക്തി ധരിച്ചിരിക്കുന്നേ. അതുകൊണ്ട് നീ പോയി ആ സഹോദരനോട് രമ്യപ്പെട്ടിട്ട് കൃപയുടെ വസ്ത്രം, ക്ഷമയുടെ, കൃപയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിന്റെ വിരുന്നില് പങ്കുചേരുവാൻ അവിടുന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുക. കരങ്ങളുയർത്തി, സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് തമ്പുരാന്റെ തിരുവചനത്തെ നമുക്ക് വെളിപ്പെടുത്തിരുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിഥികളെ കാണുവാൻ രാജാവ് എഴുന്നള്ളി വരികയ അപ്പത്തിന്റെ രൂപത്തില്. വിശുദ്ധ വസ്ത്രമണിയാതെ, വിശുദ്ധിയുടെ വിവാഹ വിരുന്നിന്റെ വസ്ത്രം ധരിക്കാതെ, പാപത്തിന്റെ മേലെ ചുമന്ന കുപ്പായം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന വ്യക്തിയെ ആ രാജാവ് ശ്രദ്ധാപൂർവം നോക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. എങ്ങനെയും കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് കർത്താവിനെ ശുശ്രൂഷിക്കാൻ, അല്ലെങ്കിൽ ഈ വിരുന്നിൽ പങ്കുചേരുവാൻ കടന്നു വന്നാൽ മതിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈശോ എത്ര വ്യക്തമായിട്ടാ ശിഷ്യന്മാരെ പഠിപ്പിച്ചേ. തിരിച്ചറിഞ്ഞവര് ബലിയില് അവരൊന്നായി തീരുകയാ. ആ വിരുന്നില് രാജാവിനോട് ഒന്നായിട്ട് തീരുക, രാജാവായിട്ട് തീരുകയ. രാജകീയ അഭിഷേകം നൽകിക്കൊണ്ട് രാജാവ് ആ വിരുന്നിൽ പങ്കുചേർന്ന് ആ വിരുന്നിൽ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്നല്ലേ, കൃപയുടെ മേലങ്കി ധരിച്ചുകൊണ്ട് ആ വിവാഹ വിരുന്നിന് എങ്ങനെ ക്ഷണിക്കപ്പെട്ടവർ ധരിക്കേണ്ട വസ്ത്രം എങ്ങനെയായിരിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ നാട്ടിലൊരു നാട്ടുനടപ്പുണ്ട്. ആ നാട്ടുനടപ്പിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ച് കടന്നു വന്നവരെ എല്ലാം രാജാവ് ശ്രദ്ധാപൂർവം കണ്ട് അതിന് അങ്ങനെ ധരിക്കാതെ കടന്നു വന്നവനെ കർത്താവ് വേറിട്ട് ശ്രദ്ധിക്കുകയും, അല്ലെ രാജാവ് വേറിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആലയത്തിലേക്ക് കടന്നു വരുമ്പം, കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കും. മക്കളെ, ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ വിരുന്ന ഒരുക്കപ്പെട്ടത്. കാൽവരിയിൽ അവൻ അർപ്പിച്ചത് ഒരു ചെറിയ കാര്യമല്ല. സ്വന്തം ശരീരത്തെ ഓരോ മക്കൾക്കും നൽകിക്കൊണ്ട് ഓരോ മകനെയും മകളെയും രാജാവാക്കുവാൻ അവിടുന്ന് വിരുന്നിനുള്ള വിഭവമായിട്ട് രൂപാന്തരപ്പെട്ടു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? വിശുദ്ധമായിട്ടല്ലാതെ നീ കർത്താവിന്റെ ആലയത്തില് നീ എങ്ങനെ പ്രവേശിച്ചു എന്ന് എന്നോടും നിങ്ങളോടും തമ്പുരാൻ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വിരുന്നിലേക്ക്, കർത്താവിന്റെ ഈ വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കുക, നീ എങ്ങനെയാണ് ഇതിൽ പ്രവേശിച്ചത്? വിശുദ്ധിയില്ലാതെ, വിശ്വാസമില്ലാതെ നീ ഇതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് രാജകൽപ്പനകളെയും രാജപ്രമാണങ്ങളെയും രാജാവിന്റെ നിർദ്ദേശങ്ങളെ എല്ലാം അവഗണിച്ചുകൊണ്ട് നീ എങ്ങനെയാണ് ഇത്ര ധൈര്യപൂർവ്വം ഈ വിരുന്നിലേക്ക് കടന്നു വന്നതെന്ന് രാജാവ് നമ്മളോട് ചോദിക്കും. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
അങ്ങനെ വിശുദ്ധിയില്ലാതെ കടന്നു വരുന്ന മക്കൾക്കുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഈശോ വീണ്ടും ഉപമയിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ രാജാവ് പരിചാരകരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പാപത്തിന്റെ അവസ്ഥയിൽ വിവാഹ വിരുന്നില് ധരിക്കേണ്ട വസ്ത്രം ധരിക്കാതെ കടന്നു വന്നാൽ അവിടെ സംഭവിക്കുന്ന ആ വ്യക്തി ബന്ധനത്തിലാകും. അത് പിന്നീട് എങ്ങോട്ടാ പോകുന്നേ? അന്ധകാരത്തിലേക്ക് കടന്നു ചെല്ലുമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ബന്ധനത്തിലാവുകയാണ്. വിശുദ്ധിയില്ലാതെ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞാനും നിങ്ങളും ബന്ധനത്തിലാകുമെന്ന് കർത്താവിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ചുമ്മാ വന്നിട്ടൊരു കാര്യമില്ല, എങ്ങനെയും വന്നിട്ട് കാര്യമില്ല. വിവാഹ വിരുന്നിന് എപ്രകാരം ഏതു തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ട് വരേണ്ടതെന്ന് തിരുവചനങ്ങളോട് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കർത്താവിന്റെ പരിശുദ്ധമായ വിരുന്നിലേക്ക് നാം കടന്നു വരണമെങ്കിൽ എപ്രകാരമായിരിക്കണമെന്ന് തിരുലിഖിതങ്ങളിലൂടെ അവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ അവഗണിച്ചുകൊണ്ട്, ഇതിന് വില കൊടുക്കാതെ ഞാനും നിങ്ങളും കർത്താവിന്റെ വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ദുരന്തത്തെക്കുറിച്ച്, അല്ലെ അവസ്ഥയെക്കുറിച്ചാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെയേറെ, ഒത്തിരി പേരെ ഈശോ വിളിച്ചു. വീണ്ടും വചനം പറയുക, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. തെരഞ്ഞെടുക്കപ്പെട്ടവരെന്തുണ്ട്? അഭിഷേകമുണ്ട്. വിരുന്നിന് ക്ഷണിക്കപ്പെടും. ആ വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ വിരുന്നിന് യോജിച്ച രീതിയിൽ കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളിൽ എന്തുണ്ടാകും? അനുഗ്രഹം ഉണ്ടാവും, അഭിഷേകം ഉണ്ടാകും. രാജാവ് വ്യക്തിയെ അംഗീകരിക്കും, രാജാവ് വ്യക്തിയെ അഭിഷേകം ചെയ്യും, രാജാവ് വ്യക്തിയെ ഉള്ള അനുഗ്രഹങ്ങളെല്ലാം രാജാവ് കൊടുക്കും, തനിക്കുള്ളതെല്ലാം കൊടുക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ തെരഞ്ഞെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കണം നാം കടന്നു വരേണ്ടതെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ ഓർമ്മ. വിശുദ്ധിയോടെ ആണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടുമെന്ന് കർത്താവിന്റെ ആത്മാവ് തിരുവചനങ്ങളിലൂടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുത്രൻ തമ്പുരാനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരിക. പോകാന്ന് പറഞ്ഞു, പക്ഷെ പോയില്ല. പോകുകയല്ലെന്ന് പറഞ്ഞു, എന്നാൽ പോകുകയല്ലെന്ന് പറഞ്ഞതിനെ ഓർത്ത് അനുദപിച്ച് കടന്നു വന്നപ്പോൾ അവൻ അപ്പനെ അനുസരിക്കുന്ന വ്യക്തിയായി മാറുകയാണ്. അപ്പൻ അവനെ അനുഗ്രഹിക്കുകയാണ്. വിരുന്നിന് വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വ്യക്തി അതിന് യോജിച്ച രീതിയിലുള്ള വിവാഹ വസ്ത്രം, ആ നാട്ടുനടപ്പിനനുസരിച്ചുള്ള വിവാഹ വസ്ത്രം ധരിക്കാതെ കടന്നു വരുമ്പോൾ രാജാവ് അസ്വസ്ഥനാവുകയാണ്. ആ അസ്വസ്ഥത മൂലം കിട്ടേണ്ടതൊന്നും കിട്ടാതെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. നമ്മൾ എങ്ങനെയായിരിക്കണം? വിശുദ്ധിയോടെ ആയിരിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ഈ വിവാഹ വിരുന്നിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ക്ഷണത്തിലൂടെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? വിശുദ്ധിയിലായിരിക്കണം. കലഹം, അസൂയ, വഞ്ചന, സ്വാർത്ഥത, വിദ്വേഷം, പക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നേ? ഈ വിവാഹ വിരുന്നിന് ധരിക്കേണ്ട വസ്ത്രം ധരിച്ചുകൊണ്ടല്ല ഞാനും നിങ്ങളും കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. തിരുവചനം നമ്മെ പഠിപ്പിക്കുക, വ്യക്തമായിട്ട് പഠിപ്പിക്കുക. തിരിച്ചറിയുക എന്നുള്ള ഈ അഭിഷേകത്തെ, ഈ ദൈവാനുഗ്രഹത്തെ, ഈ വിരുന്നിനെ തിരിച്ചറിയുന്ന വ്യക്തിക്ക് മാത്രമേ പ്രിയ ദൈവജനമേ അതുപോലെയുള്ള ഈ വിരുന്നിന് യോജിച്ച രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുവാൻ സാധിക്കത്തുള്ളൂ. ആ സത്യം നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നത്. ഈ സത്യത്തെ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുക. തോന്നിവാസം വന്നാല് നമുക്കിതൊന്നും കിട്ടുന്നില്ല. ബന്ധനത്തിലാവുക, വീണ്ടും ബന്ധനത്തിലേക്ക് ആവുകയും അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എങ്ങനെയായിരിക്കണം? കൂടുതൽ വിശുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുക. വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവർ ആ ഒരു ബന്ധനത്തിലാവുകയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി എങ്ങനെ ഈ കുഴപ്പത്തിലാവുന്നതിന്റെ കാരണം എന്താ? ആ വ്യക്തി എവിടെയൊക്കെയോ തിരുവചനങ്ങളെ ലംഘിക്കുന്നുണ്ട്, അനുതാപം കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, വചനം ചിലപ്പോൾ ലംഘിക്കപ്പെട്ടെന്നിരിക്കാം.
ചില പ്രമാണങ്ങൾ ചിലപ്പോൾ ലംഘിക്കപ്പെടുന്നിരിക്കാം. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് അനുതാപത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ ഈ വിവാഹ വിരുന്നിലൂടെ നാം അനുഗ്രഹിക്കപ്പെടുന്നില്ല. അനുദപിക്കുമ്പോൾ ദൈവം കൃപയുടെ മേലങ്കി നമുക്ക് തരികയ. പത്രോസ് വല വീശുന്ന സമയത്ത്, ഒന്നും കിട്ടാതെ വരുന്ന സമയത്ത് പത്രോസിന് വലിയ അനുതാപം ഉണ്ടാവും. ഇത് കിട്ടുന്നില്ലല്ലോ, താൻ വല വീശിയിട്ട് ആ വല നിറയെ ഒന്നും കിട്ടുന്നില്ല, വലയിൽ ഒന്നും തന്നെ തങ്ങുന്നില്ല. തിരിച്ചറിവുണ്ടാവുകയാണ്. ഗുരു കൂടെ ഉണ്ടായിരുന്നപ്പോൾ, വചനം കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു. ആ വചനത്തെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ വചനം പത്രോസിന് മുമ്പിൽ വെളിപ്പെടുകയാണ്. ഈ വചനത്തെ സ്വീകരിക്കുക. വചനം പറയുകയാ, നീ വലതുവശത്തേക്ക് വീശുക. ആ വചനത്തെ സ്വീകരിച്ച് ആ വചനത്തെ അനുസരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ വല നിറയെ മത്സ്യം കിട്ടുകയാണ്. ഈ മത്സ്യം കിട്ടിയപ്പോൾ പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കി. താൻ സ്നേഹിക്കുന്ന തന്റെ തമ്പുരാനാണ്, യേശുവാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നുള്ള ആ വലിയ കാഴ്ചപ്പാട് ബോധ്യമുണ്ടാവുക. എപ്പോഴാണ് ബോധ്യം ഉണ്ടായത്? വചനം കേട്ട് അനുസരിച്ചപ്പോൾ തന്റെ ഗുരുവിനെ തനിക്ക് സ്വന്തമായിട്ട് കിട്ടുകയാണ്. ആ ഗുരുവിന്റെ ആ ദൈവത്തിന്റെ രാജ്യം സ്വന്തമായിട്ട് പത്രോസിന് കിട്ടുകയാണ്. ആ ഗുരുവിന്റെ, ആ രാജാവിന്റെ പ്രജകളെ മേയ്ക്കുവാൻ, അവരെ സംരക്ഷിക്കുവാനുള്ള ശക്തിയും കരുത്തും ബലവുമാണ് പത്രോസിന് കൊടുത്തത്. സ്വർഗീയ രാജാവായ യേശുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ രാജാവിന്റെ പ്രജകളായ നമ്മളെ ഓരോരുത്തരെയും മേയ്ക്കുവാൻ ചില വ്യക്തികൾ കർത്താവ് അഭിഷേകം കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന വിശ്വസ്തരായിരിക്കുന്നവരാ. അബ്രാഹത്തിന്റെ കൂടെ ലോത്ത് നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അബ്രാഹാം എങ്ങനെയുള്ള വ്യക്തിയാ? ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിച്ച് അതിനെ വിശ്വസിച്ച് ആ വചന വഴിയിലൂടെ വ്യാപരിക്കുന്ന, കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം പിതാവ്. ഈ അബ്രാഹാം പിതാവ് എങ്ങനെയാ ദൈവത്തെ വിശ്വസിച്ചു? ദൈവവചനത്തെ വിശ്വസിച്ചു. അപ്പൊ ഒത്തിരിയേറെ അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങി. അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അബ്രാഹത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഈ അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പം ലോത്ത് ഈ കൂടെ നിൽക്കുക. ഈ ലോത്തിന് അനുഗ്രഹം എല്ലാം കിട്ടുകയാണ്. കുറച്ചിങ്ങനെ അനുഗ്രഹത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി ഇഷ്ടംപോലെ സമൃദ്ധിയും സമാധാനവും ഒക്കെ കിട്ടിയപ്പോൾ ലോത്ത് വിചാരിച്ചു, ഇങ്ങനെ എനിക്ക് തന്നെ അങ്ങ് മാറി ജീവിക്കാൻ പറ്റത്തില്ലേ? ഞാൻ തന്നെ ജീവിച്ചതിന്റെ കുഴപ്പം. ഭാര്യയെ ഉപദേശം കൊടുക്കാൻ തുടങ്ങി. നമ്മളെന്തിനാ ഇങ്ങനെ ഈ അബ്രാഹത്തോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മാറി വേറിട്ട് പോയി നമുക്കങ്ങ് ജീവിച്ച എന്നെ കുഴപ്പം. ഇതുപോലെ തന്നെ സമൃദ്ധി നമുക്ക് കിട്ടുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ അബ്രാഹാം പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ഞാനും പ്രാർത്ഥിച്ച എനിക്ക് കിട്ടത്തില്ലേ എന്നുള്ള ഒരു തെറ്റായ ബോധ്യം ഉണ്ടാവുകയാണ്. അവിടെ ലോത്തിനുണ്ടാവുകയാണ്. പ്രിയപ്പെട്ട ലോത്ത് എന്ത് ചെയ്തേ? അബ്രാഹത്തിൽ നിന്ന് അകന്ന് വേറിട്ടൊരു സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ചെന്ന് അവിടെ ജീവിക്കുമ്പോൾ അവിടെ അഭിഷേകമില്ല, അവിടെ ദൈവവചനത്തിന്റെ അനുസരണം കടന്നു വരുന്നില്ല. ദൈവവചനത്തെ ധിക്കരിക്കുവാനുള്ള പ്രേരണ കൊടുക്കുക. കാരണം ദൈവവചനം അനുസരിക്കുന്ന വ്യക്തി അബ്രാഹാം പിതാവ്, ദൈവത്തെ വിശ്വസിച്ച വ്യക്തി അബ്രാഹാം പിതാവ്. അബ്രാഹത്തോട് ചേർന്ന് നിന്നപ്പോഴാണ് ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ലോത്ത് അവിടുന്ന് അകന്നു പോകുമ്പോൾ ഈ അനുഗ്രഹവും ഈ വിശ്വസതയും ഈ സ്നേഹവും എല്ലാം ലോത്തിനും കുടുംബത്തിനും നഷ്ടപ്പെടുകയാണ്. അഭിഷേകത്തോട് ചേർന്ന് നിൽക്കുമ്പോ, ദൈവരാജ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വലിയ അഭിഷേകം ഉണ്ടാകും, വലിയ കൃപ കിട്ടും. അപ്പൊ നമുക്ക് ചുമ്മാ അങ്ങ് തോന്നും, മാറി എന്ന് പ്രാർത്ഥിച്ച തന്നെ കുഴപ്പം. ഇവിടെ അങ്ങനെയുള്ളവര് ഈ ഇടവകയിൽ തന്നെയുണ്ട്. ഇവിടെ ശുശ്രൂഷയിൽ ഒത്തിരിയേറെ പേര് ഈ കൂട്ടായ്മയോട് ചേർന്ന് തരുന്നുണ്ട്. അവർ ചിലപ്പോൾ അങ്ങ് തോന്നും, അവർക്ക് മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കുഴപ്പം? ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ഞങ്ങളും പ്രാർത്ഥിച്ച കേൾക്കത്തില്ലേ? പ്രിയപ്പെട്ട കൂട്ടായ്മയിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ ഒരു കുടുംബം മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ അഭിഷേകം കിട്ടത്തില്ല. ഈ ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ ഇത് കൂട്ടായ്മയുടെ അഭിഷേകമാണ്. ഒരുപറ്റം ജനം കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടി ഏകമനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ കൃപ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ ജീവിക്കുന്ന, ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുകയാണ്. അപ്പൊ ലോത്ത് ഇങ്ങനെ പോയി മാറിപ്പോയി കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച്, അബ്രാഹത്തിനുള്ള ഏറ്റവും നല്ല സ്ഥലമൊക്കെ ലോത്ത് തന്നെ സംഘടിപ്പിച്ച് സ്വന്തമാക്കിലോ. അബ്രാഹാം പ്രതിയെടുത്തു, ഒരു പ്രശ്നവുമില്ല. തമ്പുരാൻ കൂടെയുള്ളപ്പോൾ മരുഭൂമിയിൽ കൃഷി ഇറക്കിയാലും ഒന്നും ഇല്ലായ്മയിൽ തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ സർവത്തിന്റെ ഉടമയായ തമ്പുരാൻ തനിക്ക് എല്ലാം സാധിച്ചു തരുന്ന ദൈവം തന്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം മൂലം അബ്രാഹാം പിതാവ് തനിക്കുള്ള നല്ലതെല്ലാം ലോത്തിന് കൊടുക്കുക. ലോത്തിനോട് ഇഷ്ടമുള്ള എല്ലാം എടുത്തോളം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോത്ത് അവസാനം പോയി ചെന്നിയൊന്ന് പെട്ടത് പിടിയാ സോദോം ഗൊമോറയില. അവിടുത്തെ പ്രശ്നം എന്താ? പാപത്തിന്റെ പൂർണ്ണതയാ. ദൈവപുരുഷന്മാര്
ലോത്തിനെ സന്ദർശിക്കുമ്പോൾ അവിടെ സ്വർഗരതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് സ്വർഗരതിക്കായിട്ട് ഇവർ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്വർഗീയ ദൂതന്മാരെ പോലും പാപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഇവർ കടന്നു ചെല്ലുമ്പോൾ ലോത്ത് പറയുന്നുണ്ട്, നിഷ്കളങ്കരായ നിർമ്മലരായ എന്റെ 2 പെൺമക്കളെ നിങ്ങൾക്ക് വേണേ തന്നേക്കാം, പക്ഷേ ഈ ദൈവപുരുഷന്മാരെ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ തരത്തില്ല. പ്രിയപുരുഷരെ, പാപത്തിന്റെ പ്രേരണ അവിടെ വർദ്ധിച്ചപ്പോൾ ലോത്തിനോടും ഭാര്യയോടും കുടുംബത്തോടും പറയുന്നുണ്ട്, അവിടെ വിട്ടു പോകാൻ പറയും. അഗ്നി ഗന്ധകം ഇറങ്ങാൻ പോവുകയാണ്. ആ സോദോം ഗോമോറോ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. സമൃദ്ധമായ ദേശം നശിപ്പിക്കപ്പെടാൻ പോവുക. കാരണം വിശ്വാസരാഹിത്യം അവിടെ കടന്നു വന്നപ്പോൾ അബ്രാഹത്തോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഈ ദുരിതം ലോത്തിന് ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നീ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴുള്ള അഭിഷേകം. ഇവിടെ നമ്മൾ ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ കുർബാനയോടാ. ബ്രദർ എപ്പോഴും കർത്താവിന്റെ ആ ബലിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നേ. ആ ബലിയിലൂടെ കിടുന്ന അനുഗ്രഹം മാത്രമുള്ള വ്യക്തിപരമായിട്ടൊന്നും തന്നെയില്ല. കർത്താവിന്റെ ബലിയോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് തരുന്നതല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ബ്രദർ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ദൈവജനം എന്തിനോട് ചേർന്ന് നിൽക്കുന്നത്? കർത്താവിന്റെ ബലിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ബലിയിലൂടെ ഒഴുകുന്ന ശക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെടുന്നത്. പ്രിയപ്പെട്ടവർ, ആ രാജ്യം, ആ ദേശം വിട്ടു പൊക്കോളാൻ പറയുക. നിങ്ങളൊരു പോയി കാണേണ്ട സ്ഥലം അവിടെ സോദോം ഗോമോറോ അഗ്നിയും ഗന്ധവും ഇറങ്ങി കത്തിപ്പൊടിഞ്ഞ് കരിയായിട്ട് കിടക്കുന്ന സ്ഥലം. ലോത്തിന്റെ ഭാര്യയോട് ദൈവം പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കരുത്. ആ സാഹചര്യങ്ങളിലേക്ക് നീ കടന്നു പോകുമ്പോൾ, ഓടി രക്ഷപ്പെടുമ്പോൾ, നീ ആ പഴയ ജീവിത സ്മാവം നിറഞ്ഞ സ്ഥലത്തേക്ക് നീ തിരിഞ്ഞു നോക്കി. അവിടെ എന്തുണ്ട്? സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, സമൃദ്ധിയുണ്ട്. ഈ സമൃദ്ധിയിലേക്ക് നീ തിരിഞ്ഞു നോക്കി നിന്റെ മനോഭാവത്തിന് മാറ്റം സംഭവിച്ചാൽ നീ ഓടിപ്പോകുമ്പോൾ, ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഓടിപ്പോകാതെ നീ ലോകത്തിന്റെ മുഖങ്ങളിലേക്ക് നീ തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായും നിന്റെ ജീവിതത്തിൽ അപകടം ഉണ്ടാകും. കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കരുത്, ഒറ്റ ഓടിക്കണം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോത്തിന്റെ ഭാര്യ ഈ സാഹചര്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പുതൂണായി മാറി. ഇന്ന് നമ്മൾ അവിടെ സന്ദർശിക്കുമ്പോൾ ഈ ഉപ്പുതൂണ് ലോത്തിന്റെ ഭാര്യയായിട്ട് ആ ഉപ്പുതൂണ് അവിടെ നിലനിൽക്കുന്നുണ്ട്. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി സ്വർണത്തിലേക്കോ വെള്ളിയിലേക്കോ സമ്പത്തിലേക്കോ ധനത്തിലേക്കോ നോക്കി നിൽക്കുമ്പോൾ, ആ ആഗ്രഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ഉപ്പുതൂണാൻ അനുഭവത്തിലേക്ക് കടന്നു പോകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉപ്പുതൂണിന്റെ അവസ്ഥയായിട്ട് ആ ജീവിതം മാറ്റപ്പെടുകയാണ്. ഉപ്പുതൂണിന്റെ അവസ്ഥ എന്നാ? കട്ടിപിടിച്ചിരിക്കുന്ന അവസ്ഥ, മരവിച്ച അവസ്ഥയായിത്തീരും. ലോകത്തിലേക്ക് ദൈവരാജ്യത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു വ്യക്തി ലോകത്തിന്റെ മുഖങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആ ജീവിതം മരവിച്ച അവസ്ഥയായിട്ട് തീരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ഇന്ന് ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരുന്ന ചില വ്യക്തി ജീവിതങ്ങളിൽ മരവിപ്പിന് അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുഖങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തോട് വെറുവിറക്കുമ്പോഴാണ് പ്രിയ ദൈവജനമേ ഈ മരവിച്ച മനോഭാവങ്ങള്, മരവിച്ച അവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ലോകമുഖങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തുമ്പോഴാണ്. കരമുയർത്തി ഇങ്ങനെയുള്ള മുഖങ്ങൾ ഈ കൂട്ടായ്മയിൽ നിന്ന് വിട്ടവന്ന് ദൈവത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, ദൈവവചനത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അബ്രാഹാം പിതാവ് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചതുപോലെ നമുക്കൊന്നു ചേർന്ന് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് പൂർവ്വപിതാവായ അബ്രാഹത്തോട് ചേർന്നുകൊണ്ട് നമുക്കും അനുഗ്രഹം പ്രാപിക്കാം. കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? പിന്നെ ലോകത്തിന്റെ മോഹങ്ങൾ മാത്രം മതി, ദൈവത്തിന്റെ ആത്മാവിനെ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, സമൃദ്ധി കിട്ടുന്നപ്പോഴാ ദൈവരാജ്യം കടന്നു വരുമ്പോഴാ അബ്രാഹാം പിതാവിന് ദൈവത്തിന്റെ വചനം അനുസരിച്ചപ്പോൾ സമൃദ്ധി ഉണ്ടായത്. ആത്മീയമായ ഉന്മേഷവും ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടായത് ദൈവത്തിന്റെ വചനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ആ വചനത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, ആ ദൈവിക സ്വരത്തെ മാത്രം, അതിനുവേണ്ടി മാത്രം കാതുകളെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആത്മീയമായ ഉന്മേഷവും ഭൗതികമായ നേട്ടങ്ങളും അബ്രാഹാം പിതാവിനുണ്ടായത്. നമ്മുടെ നോട്ടം എങ്ങോട്ടാണെന്നറിയുമോ? പിന്നെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഭൗതിക സമ്പത്തിനു വേണ്ടി മാത്രമായിട്ട് മാറുകയാണ്.
ഭൗതികമായ ഉന്നമനത്തിനു വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതം ഉപ്പുതൂണിന്റെ അവസ്ഥയായിട്ട് രൂപാന്തരപ്പെടുകയാ. ലോത്തിന്റെ ഭാര്യയുടെ അവസ്ഥയായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുകയാ. പ്രാർത്ഥിച്ച് പിന്നെ പറയുന്നത് എന്താ? ലോകം മാത്രം മതി, ലോകത്തിന്റെ സുഖങ്ങളും ഭോഗങ്ങളും മാത്രം മതി എനിക്ക്. ദൈവത്തിന്റെ വചനോ ദൈവത്തിന്റെ ആത്മാവിനെയോ പിന്നെ ആവശ്യമില്ല. സമൃദ്ധി മാത്രം മതി. ഇന്നേ ഉപ്പുതൂണായി പോകും. സോദോം ഗോമോറയായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുകയാണ്. നമ്മുടെ കൃഷിയിടങ്ങളും അധ്വാന മേഖലകളും നമ്മുടെ പ്രവൃത്തികളും സോദോം ഗോമോറയുടെ അവസ്ഥയായി മാറുകയാണ്. കരിഞ്ഞു പൊടിഞ്ഞ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അഗ്നിയും ഗന്ധവും ഇറങ്ങി നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയായിട്ട് മാറും. പ്രാർത്ഥനക്കാര് മരവിക്കുന്നപ്പോഴാ സമ്പത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന അവസ്ഥ, സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥ. വേറെ ഒന്നും ലക്ഷ്യമില്ല. ചേച്ചി പ്രാർത്ഥിക്കണം, ചേട്ടാ പ്രാർത്ഥിക്കണം. എന്താ അവിടെ ഇന്ന് സംഭവിച്ച? വലിയ അനുഗ്രഹം, വലിയ കാര്യമില്ലേ? ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ അബ്രാഹത്തിന് ദൈവം കൊടുത്ത ഉടമ്പടി പ്രകാരം ദൈവം കൊടുത്ത വലിയ കൃപ നമുക്ക് കിട്ടും. വചനം അനുസരിക്കുമ്പോഴാ, കൽപ്പനകൾ അനുസരിക്കുമ്പോഴാ, വിവാഹ വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ വിവാഹ വിരുന്നിന് പങ്കുചേരുവാൻ, ആ വിവാഹ വിരുന്നിന് യോജിച്ച വിധത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം വരാൻ. ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നേ. കൈകാലുകളെ ബന്ധിച്ച് അന്ധകാരത്തിലേക്ക് അവർ എറിയപ്പെടും. അവിടെ വലിയ വിലാപവും പല്ലുകടിയൊക്കെ ഉണ്ടാകും, വലിയ കരച്ചിലുണ്ടാകും. ആത്മീയമായ തകർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരവിടെ പല്ലുകടിയും വേദനയും കരച്ചിലും മുറവിളിയൊക്കെ അവിടെ കേൾക്കാൻ സാധിക്കാൻ തിരുപ്പതി. കൃപയുടെ മേലങ്കി, വിശുദ്ധിയുടെ മേലങ്കി ധരിക്കാതെ കർത്താവിന്റെ വിരുന്നില് പങ്കുചേരുന്നത് അപകടമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാ ഈ തകർച്ച. എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക? ഈശോയുടെ വിരുന്നിൽ നമ്മളെങ്ങനെ പങ്കുചേരുന്നേ? അവന്റെ ശരീരമാകുന്ന വിരുന്നില്, അവന്റെ രക്തമാകുന്ന ആ പാനപാത്രത്തില് നാം പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധിയുടെ മേലങ്കി ധരിച്ചുകൊണ്ട് വേണം, പാപത്തെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് വേണം ഞാനും നിങ്ങളും കർത്താവിന്റെ വിരുന്നില് പങ്കുചേരുവാനെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ഉപമകളിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. ഇല്ലെങ്കിൽ ബന്ധനത്തിലാകും, കൈകാലുകൾ കെട്ടപ്പെടും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിട്ട് നിന്റെ ജീവിതാവസ്ഥ മാറ്റപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ വിരുന്നില് യോജിച്ച രീതിയിലുള്ള വസ്ത്രമല്ല ധരിച്ചുകൊണ്ട് വരുന്നേ. എത്ര മനോഹരമായിട്ടാ ഈശോ പഠിപ്പിക്കുന്നേ. ക്ഷണിക്കപ്പെട്ട വിരുന്ന്, ഒരു പുരോഹിതനെ ദൈവം എങ്ങോട്ട് വിളിക്കുക? ഈ വിരുന്നിലേക്ക് ക്ഷണിക്കുക. അതിന് യോജിച്ച രീതിയിൽ ബലിയർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വിരുന്നില് പുരോഹിതൻ പങ്കുചേരുമ്പോൾ ഞാനും നിങ്ങളും ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാ. ആ പുരോഹിതനോട് ചേർന്ന് ആ വിരുന്നില് ആ പുരോഹിതൻ ധരിച്ചിരിക്കുന്ന പോലെ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ആ പുരോഹിതന്റെ നോട്ടം ദൈവത്തിന്റെ വചനത്തിലേക്ക്, ദൈവത്തിന്റെ സ്വരത്തിലേക്ക്, ദൈവപ്രമാണങ്ങളിലേക്ക് മാത്രം നോക്കി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയില് ഞാനും നിങ്ങളും പങ്കുചേരുമ്പോൾ എങ്ങനെയായിരിക്കണം? ആ പുരോഹിതൻ ധരിച്ചിരിക്കുന്ന കൃപയുടെ, സ്നേഹത്തിന്റെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം, ഞാൻ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഞാനും നിങ്ങളും കർത്താവിന്റെ ബലിയിൽ പങ്കുചേരുവാനെന്നാണ് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയൊക്കെ വന്നാൽ, ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലായി നാം തീരും. ഒന്നുകിൽ കൈ ബന്ധിക്കപ്പെടും, കാല് ബന്ധിക്കപ്പെടും, നമ്മൾ ചെന്ന് വീഴുന്നത് അന്ധകാരത്തിന്റെ അവസ്ഥയിലാണ്. അവിടെ നമ്മൾ മാറ്റം സംഭവിക്കണം. രൂപാന്തരീകരണം ഹൃദയതലങ്ങളിൽ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തില് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടത്തില്ല. നമ്മുടെ ഹൃദയത്തില് പാപം കടന്നു വരുമ്പോൾ കുടുംബത്തില് പാപം വെളിപ്പെടും. മക്കളെ, മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയിക്കുന്ന വ്യക്തി, ആ വ്യക്തി പാപത്തില ജീവിക്കുന്നെങ്കിൽ, വിശുദ്ധിയിലല്ല ജീവിക്കുന്നെങ്കിൽ ആ വിശുദ്ധിയിലായിരുന്ന അവസ്ഥ കുടുംബത്തില് വെളിപ്പെടും, ഉറപ്പാ. ലോകത്തിന്റെ മോഹങ്ങളിലാണെങ്കിൽ എന്റെ മക്കള് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് കടന്നുപോകും. വിശുദ്ധമായ ശുശ്രൂഷയല്ല ചെയ്യുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ജീവിതമല്ല നയിക്കുന്നതെങ്കിൽ ആ പാപം എവിടെ വെളിപ്പെടും? നമ്മുടെ കുടുംബത്തില് വെളിപ്പെടും. തീർച്ചയാ അത് സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. നമ്മൾ ചെയ്യുന്ന പാപം വീട്ടിൽ വെളിപ്പെടും, ഉറപ്പാ. നാം രഹസ്യമായി ചെയ്യുന്നത് കുടുംബത്ത് പരസ്യമായിട്ട് കടന്നുവരും, ഉറപ്പാ. അനുദപിക്കാൻ,
കർത്താവ് മുന്നറിയിപ്പ് തരിക, ബലഹീനത ഉണ്ടെങ്കിൽ തമ്പുരാനോട് ചോദിക്കാൻ, ഈശോയെ എന്റെ മനസ്സ് ബലഹീനോ, എന്റെ ശരീരം ബലഹീന, പ്രലോഭനത്തിൽ ഞാൻ അകപ്പെട്ടു പോകുകയോ പാപത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുകയോ, തമ്പുരാനെ ഈ ബലഹീനതയിൽ നിന്ന്, ഈ മുള്ളിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണമേ, എന്ന് എടുക്കണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ മുള്ളിലാണ് ഞാൻ കടക്കുന്നേ, ഞാൻ അനങ്ങുമ്പോൾ ഈ മുള്ളു കൊള്ളുമ്പോൾ വേദനിക്കുന്ന ചില സംഭവങ്ങൾ ഭവനത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കാരണം ഈ മുള്ളിന്റെ പുറത്താ, ഈ പാപത്തിന്റെ പുറത്താ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് ഈ അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. ഒരു വലിയ കാര്യ കർത്താവ് കുരിശ് ചെയ്തേ, ഒരു വലിയ കാര്യ. പിതാവിന്റെ കരങ്ങളില് പിടിച്ചുകൊണ്ട് മുഴുവൻ സമയവും പിതാവിനോട് ചേർന്നിരുന്ന പുത്രൻ തമ്പുരാൻ ചെയ്ത വലിയൊരു കാര്യ, ആ കൈവിട്ടിട്ട് എന്നെയും നിങ്ങളെ പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് പിടിച്ചെടുത്ത് തന്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകി വൃത്തിയാക്കി പിതാവിന്റെ കരകളിലേക്ക് സമർപ്പിക്കുന്ന സ്നേഹത്തിന്റെ കുദാശയാണ് മക്കളെ പരിശുദ്ധ കുർബാന. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? അപ്പന്റെ കൈവിട്ട് സ്വന്തം ജനത്തിന്റെ കയ്യില് കൈപിടിച്ചുകൊണ്ട് ആ ജനത്തെ സ്വന്തം രക്തം കൊണ്ട് വിശുദ്ധീകരിച്ച് പിതാവിന്റെ മഹത്വത്തിലേക്ക് എടുത്തുയർത്തുന്ന സ്നേഹത്തിന്റെ കുദാശയാണ് പരിശുദ്ധ കുർബാന. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിക്കാമോ? അവിടുന്ന് ചെയ്ത വലിയൊരു കാര്യമാ. അപ്പന്റെ കൈവിടാതെ നമ്മുടെ കൈ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗെത്സമേൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നിന്റെ ഹിതം നിറവേറ്റുവാൻ ഞാനിത് ചെയ്തിരിക്കും, നിന്റെ ഹിതം ഇതാണ്, അതെന്നിൽ നിറവേറട്ടെ എന്ന് പിതാവായ ദൈവത്തോട്, അപ്പനോട് പ്രാർത്ഥിക്കുന്ന പുത്രനായ യേശുനാഥൻ. പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക, ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പന്റെ കൈവിട്ട് പാപികളായ മനുഷ്യന്റെ കൈ പിടിച്ച് ഉയർത്തിയെടുത്ത് തന്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകി പിതാവിന്റെ മഹത്വത്തിലേക്ക് കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശക്തി തരണമേ എന്ന് ഗെത്സമേൻ തോട്ടത്തില് പ്രാർത്ഥിക്കുന്ന യേശുനാഥൻ കരമുയർത്തി ഒരിക്കൽ കൂടി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? എത്ര വലിയ സ്നേഹ പിതാവായ ദൈവം തന്റെ അരുമസുതനിലൂടെ നമുക്ക് നേടിത്തന്നത്. എത്ര വലിയ സ്നേഹവാ! പിതാവിന്റെ സ്നേഹമാണ് കാൽവരി മലയുടെ നെറുകയില് പ്രിയ ദൈവജനമേ വെളിപ്പെട്ടത്. അപ്പന്റെ സ്നേഹവാ. അപ്പൻ അത്രമാത്രം നമ്മെ സ്നേഹിച്ചുകൊണ്ട് തന്റെ അരുമസുതനെ ബലിയായിട്ട് രക്ഷകനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടത്. ആ മനുഷ്യൻ ചെയ്ത സകല പാപങ്ങളെയും അവൻ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടം പോലും ഇല്ല. ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപത്തെ ഈശോ ശരീരത്തിൽ വഹിച്ചപ്പോൾ, ഏറ്റെടുത്തപ്പോൾ മുറിവില്ലാത്ത ഒരിടം പോലും ഇല്ല. കാരണം മുറിക്കപ്പെട്ടാൽ മാത്രമേ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ദൈവം തന്റെ ഏകജാതനെ വിട്ടുതരികയാ മുറിക്കപ്പെടുവാൻ വേണ്ടി. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ തന്റെ ഏകജാതനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. അത്രമാത്രം ലോകത്തിലായിരിക്കുന്ന നമ്മെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ കാരുണ്യം. കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? വലിയ കാരുണ്യത്തിനായിട്ട് വിളിക്കാമോ? വലിയ സ്നേഹത്തിനായിട്ട് വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയില്. കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും ഓർത്ത് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പുറം ഇപ്പുറയൊക്കെ നിന്നവരെ നമുക്കൊന്ന് ഓർക്കാം. അവർക്ക് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല, ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല. ഈ ശുശ്രൂഷ ആരംഭം തൊട്ട് ഈ ദിവസം വരെയുള്ള സമയങ്ങളിൽ ഒത്തിരിയേറെ മക്കള് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. വലിയ പ്രായമില്ലാത്തവര്, ഒരു 20 വയസ്സ്, 18 വയസ്സ്, 15 വയസ്സ്, 10 വയസ്സ്, 5 വയസ്സ്, ഇങ്ങനെ ഈ ഗർഭശിശുക്കള് ഈ ശുശ്രൂഷയായിരുന്നു. ഒത്തിരിയേറെ ആൾക്കാർ ഈ ശുശ്രൂഷയിൽ നിന്ന് വേർപെട്ട് സ്വർഗരാജ്യത്തിലേക്ക് കടന്നുപോയിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. ശുചീകരണ സ്ഥലത്തിലെ ഏതെങ്കിലും വ്യക്തികൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെയൊക്കെ ഓർത്ത് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആയിരുന്ന ഒത്തിരി മക്കളുണ്ട്. അവർ തിരിച്ച് വീണ്ടും ലോകത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം. അവർ ദൈവസന്നിധിയിലാണെങ്കിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ,
കരുണ കാണിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വലിയ കാരുണ്യവും കൃപയും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന മക്കളെല്ലാം ഓർത്ത് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന മക്കളെയൊക്കെ ഓർത്ത് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. 2 സിസ്റ്റേഴ്സ് ഈ ഫ്രണ്ടിൽ നമ്മളെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ, അതിലൊരു സിസ്റ്ററിന്റെ ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ആയിട്ട് ഹോസ്പിറ്റലിലെ ഒരു ട്രീറ്റ്മെന്റില്ല. നമുക്കറിയാം, അവർക്ക് ആഗ്രഹമുണ്ട്, ഇന്ന് ഇവിടെ വരണമെന്ന് അവർ ആഗ്രഹിച്ചതാണ്, പക്ഷെ അവർക്ക് സാധിച്ചില്ല. ആ രോഗം അവരെ അവിടുന്ന് വിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുമ്പം നമുക്ക് വരാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഒരു മുന്നറിയിപ്പാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആഗ്രഹം ഉണ്ടേ പോലും വരാൻ നമ്മളിലുള്ള ചില രോഗങ്ങൾ നമ്മളെ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപൂർണതയെ പൂർണ്ണതയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കാരുണ്യം. മനുഷ്യ ശരീരത്തില് പൂർണ്ണതയില്ല എങ്കിൽ ആ പൂർണ്ണതയുടെ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ വ്യാപരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളില് അപൂർണനായ മനുഷ്യനെ പൂർണ്ണനാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യ ശരീരത്തില് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപൂർണതയെ പൂർണ്ണതയാക്കി മാറ്റുന്ന ദൈവകാരുണ്യം. കിഡ്നി വർക്ക് ചെയ്യുന്നില്ലായിരിക്കും, ഒരു കിഡ്നിയുടെ വർക്കിംഗ് കുറവായിരിക്കാം, അത് അപൂർണതയാ. പൂർണ്ണതയാക്കി മാറ്റുവാനാ ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരു കാലിന് സ്വാധീനമില്ലായിരിക്കാം, ഇതിന് സ്വാധീനം നൽകുവാൻ വേണ്ടിയ തമ്പുരാൻ വന്നിരിക്കുന്നത്. ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുകയായിരിക്കാം, ആ ബ്രസ്റ്റ് തിരിച്ചു തരാനാ തമ്പുരാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. പൂർണ്ണത തരാനാ. നമുക്ക് ഈ നിമിഷങ്ങളില് അപൂർണതയെ പൂർണ്ണതയാക്കി മാറ്റുന്ന ആ സ്നേഹത്തിന്റെ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. തമ്പുരാനോട് ആ വലിയ കാരുണ്യത്തിനായിട്ട്. ഏതെങ്കിലും അവയവത്തിന് ബലഹീനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ആ കുറവുകളെ പരിഹരിക്കുവാൻ ശക്തനായ ദൈവമാണ് നമുക്കുള്ളത്. ജീവനുള്ള ദൈവമാണ് നമുക്കുള്ളത്. ജീവിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും പൂർണ്ണതയും തരുന്ന ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ രോഗികളെയും കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന നിത്യജീവന്റെ അഭിഷേകം, പൂർണ്ണതയുടെ അഭിഷേകം ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും വ്യാപരിച്ച് എല്ലാ മക്കളും പൂർണ്ണരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്വരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ഈശോയെ നന്ദി. നമുക്ക് കാഴ്ചയെ കൊണ്ടിരിക്കുന്ന സമ്പത്തിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സാമ്പത്തിക മേഖലയിലേക്ക് കർത്താവ് എഴുന്നള്ളി വരുന്ന സമയോ, അവിടെ എല്ലാ കുഴപ്പങ്ങളെയും കർത്താവ് ഏറ്റെടുക്കുന്ന സമയോ, നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് നമ്മുടെ സമ്പത്തിനെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക. ഈശോ ഇടപെടണമേ. ഈ സമയങ്ങളിൽ സമ്പത്തിന്റെ മേലുള്ള സകല കെട്ടുകൾ ഈശോ എടുത്തു മാറ്റുകയാണ്. സാമ്പത്തിക മേഖലയിൽ നമുക്ക് ഉന്നമനം ഉണ്ടായിരുന്നപ്പോൾ, സാമ്പത്തികമായിട്ട് നമ്മൾ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പിതാക്കന്മാര് ദൈവത്തോട് മറുതലിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ ഞാനും ഞങ്ങളുടെ പിതാക്കന്മാരും ചെയ്തു വരിക്കുന്ന സകല പാപങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോ ഏറ്റെടുക്കണമേ. സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. കനാൻ ദേശം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് മുമ്പേ പോകണമേ. മലകളെല്ലാം നിരപ്പാക്കണമേ. പിസ്റ്റളവാതിൽ ഒടിക്കണമേ. ഇരുമ്പോടാമ്പലുകളെ തകർക്കണമേ. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അന്ധകാരത്തിലേക്ക് എറിയപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയെ കർത്താവ് വെളിപ്പെടുത്തി അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുകയെ. കരമുയർത്തി സ്വരമുയർത്തി കർത്താവിന്റെ വിരുന്നിലേക്ക് നാം കടന്നു വന്നപ്പോൾ, ഈ വിരുന്നില് അതിഥിയായ ക്ഷണിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും കർത്താവിന് കൊടുക്കേണ്ട സമ്മാനം, പ്രിയപ്പെട്ടവരെ, അത് അവഗണനയോടെ രാജാവിന് ചേർന്ന വിധത്തിലല്ല ഞാനും നിങ്ങളും കൊടുത്തതെങ്കിൽ, ആ മേഖലയിൽ അന്ധകാരോ ബന്ധനോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോ ഇപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആ മേഖലയിൽ നിന്ന് പരിപൂർണമായ മോചനം നൽകി നമ്മെ അനുഗ്രഹിക്കുക. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ വിരുന്നിലേക്ക് നമ്മളെയും നമുക്കുള്ളതിനെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ധ്യാനം ആരംഭിക്കുന്നത് 1-ാം തീയതി നമ്മൾ ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കുക. വ്യാഴാഴ്ച വരെ നിങ്ങളെല്ലാവരും ആ ധ്യാനത്തിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയിൽ നിന്ന് മാത്രമാണ് ധ്യാനിപ്പിക്കുന്നത്. 5 ദിവസവും പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് ധ്യാനം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുക. ഞാനും സ്വീകരിച്ചനും കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് അവസാനത്തെ അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി ത്യാഗം ചെയ്ത് യേശുവിനെ മാത്രം സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ശക്തിയും ബലവും അഭിഷേകവും ഒക്കെ കർത്താവെ ഈ അഭിഷേകത്തിനും അവിടെ ആ അഭിഷേകത്തിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഈ ദാസന്റെ മേലും ചൊരിയണമേ എന്ന് നിങ്ങൾ ആ കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഒരു അസ്വസ്ഥതയും കടന്നു വരാതെ പരിപൂർണമായിട്ട് കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്ന ഗാന ശുശ്രൂഷകരെ, മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കും നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് കരമുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.